മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് അനുമോൾ. അനുമോളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മലയാളികൾ അറിഞ്ഞത് ബിഗ് ബോസിലൂടെയാണ്. ഏറ്റവും അവസാനത്തെ, അതായത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് 7-ാം സീസണിന്റെ വിജയിയായത് അനുമോൾ ആണ്. സീരിയൽ രംഗത്തേക്ക് വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അനുമോൾ ഈ നിലയിലേക്ക് എത്തിയത്. ഇന്ന് ബിഗ് ബോസ് വിജയി മാത്രമല്ല, മോഡലും അഭിനേത്രിയും ഒക്കെയാണ് അനുമോൾ. സ്വന്തമായി നല്ലൊരു വീട് വെച്ചു, സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച ഒരു പെൺകുട്ടി കൂടിയാണ് അനുമോൾ. അനുമോളും ജീവനും പ്രണയത്തിലാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും റീലുകളും ഒക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. വിവാഹിതനാണ് ജീവൻ. അതിനാൽ തന്നെ അനുമോളും ജീവനും ഒന്നിക്കുമോ, ഇവർ പ്രണയത്തിലാണോ എന്ന കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇരുവരും നല്ല കപ്പിളാണ് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഒരു സ്നേഹം ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു. ഇവർ പ്രണയത്തിലാണ് എന്ന് തന്നെയാണ് നമ്മളും കരുതിയത്. ബിഗ് ബോസിലേക്ക് അപ്രതീക്ഷിതമായി ഒരു പ്രൊമോഷന്റെ രൂപത്തിൽ അങ്ങനെ ജീവൻ എത്തി. ആ എപ്പിസോഡ് എല്ലാവരും കണ്ടിരിക്കാനാണ് സാധ്യത. കാരണം ആ സമയത്ത് തൻ്റെ ജീവിതം നശിപ്പിച്ചയാൾ, ജീവിതം തകർത്തയാൾ, അങ്ങനെയൊക്കെ അനുമോൾ ജീവനെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാനം ഇവരൊരു കൈ കൊടുത്ത് പിരിയുന്നതും നമ്മൾ കണ്ടു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയായ അനുമോൾ ഷോയ്ക്ക് ശേഷം കടുത്ത സൈബർ ആക്രമണങ്ങളെ തുടർന്ന് വിഷാദരോഗത്തിലൂടെ കടന്നുപോയി എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. താരം തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഹൗസിലെ അതിജീവനവും പ്രയാസമേറിയതായിരുന്നുവെന്നും അനുമോൾ പറയുന്നുണ്ട്. ടെലിവിഷൻ ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് അനുമോൾ. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മത്സരാർത്ഥിയായി എത്തിയ അനു നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് സീസൺ വിന്നറായിട്ടാണ് പുറത്തിറങ്ങിയത്. ഷോയ്ക്ക് ശേഷം വന്ന നെഗറ്റീവ് കമന്റുകൾ കാരണം ഡിപ്രഷനിലേക്ക് പോയെന്ന് പറയുകയാണ് അനുമോൾ ഇപ്പോൾ. പ്രോഗ്രാമും മറ്റുമായി മുന്നോട്ട് പോയതുകൊണ്ട് അധികം ആർക്കും ഇക്കാര്യം അറിയില്ലെന്നും അനു പറയുന്നു. 100 ദിവസം ബിഗ് ബോസിൽ എങ്ങനെ അതിജീവിച്ചു എന്നത് എനിക്ക് മാത്രമേ അറിയൂ. ഷോയിൽ നിന്നിറങ്ങി കുറച്ചുനാൾ ഡിപ്രഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത്. കരയാൻ വേണ്ടി കരയുന്നതല്ല, അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇനി വരുന്ന സീസണിൽ എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്നാണ് ആഗ്രഹം എന്നും അനുമോൾ പറയുന്നു. ലക്ഷ്മി നക്ഷത്രയുമായുള്ള അഭിമുഖത്തിലായിരുന്നു അനുവിന്റെ പ്രതികരണം. വിന്നറായിട്ടും അത് അംഗീകരിക്കാത്ത കുറേ ആളുകളുണ്ട്. ഇപ്പോഴും എനിക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുണ്ട്. അനുമോൾ വിന്നറാവാൻ പാടില്ലായിരുന്നു, അതിനുള്ള യോഗ്യതയില്ലെന്ന് പറയും. അത് അവരുടെ കാഴ്ചപ്പാടല്ലേ. വേറെ ആരുടെയെങ്കിലും ആരാധകരായിരിക്കും എന്ന് കരുതും. പക്ഷെ അതൊന്നുമല്ല എന്നെ വേദനിപ്പിച്ചത്. ഈ പ്രോഗ്രാം പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വന്ന് ഭയങ്കര മോശമായിട്ട് കമന്റ് ഇടും. കൂടുതലും ഫേസ്ബുക്ക് അമ്മാവന്മാരുടെ കമന്റുകളാണ്. ഭയങ്കര മോശമായിട്ടുള്ള കമന്റുകൾ പറയാൻ പോലും പറ്റില്ല. ഇതൊക്കെ ഇട്ടിട്ട് എന്ത് മനസുഖമാണ് കിട്ടുന്നത്? അയാൾക്ക് എന്നെ വ്യക്തിപരമായി അറിയില്ല. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത, വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന ആളുകളാണ് കമന്റ് ഇടുന്നത്. അതിൽ അവർക്കൊരു മനസുഖം കിട്ടുമെന്നും അനുമോൾ പറയുന്നു. ബിഗ് ബോസിൽ വെച്ച് ഒരുപാട് നെഗറ്റീവ് കിട്ടിയ ആളാണ് അനുമോൾ. ഇത്രയും ബിഗ് ബോസ്, അതായത് ബിഗ് ബോസ് മലയാളം 7 സീസണുകളാണ് പിന്നിട്ടത്. സ്ത്രീകളിൽ വിജയിയായി മാറിയത് അനുമോളും ദിൽഷയുമാണ്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ഭയങ്കരമായ നെഗറ്റീവാണ് വന്നത്. ദിൽഷയ്ക്ക് റോബിൻ്റെ വോട്ടാണ് കിട്ടിയത്. റോബിൻ എൻ്റെ ആരാധകർ ദിൽഷയ്ക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ദിൽഷ ജയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിൽഷയ്ക്കെതിരെ ഇപ്പോഴും സൈബർ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഉണ്ടെന്നതാണ് സത്യം.